2017 ക്രിസ്മസ് റിലീസായിട്ട് വന്ന പടം. എന്റെ ലൈഫിലെ ഒരു അടിപൊളി മൊമെന്റിൽ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട പടം കൂടിയാണ് മായാനദി. മായാനദി ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ വിഷ്വൽ നോക്കിക്കഴിഞ്ഞാലും മ്യൂസിക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെക്സ് വിജയനാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മ്യൂസിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള നമ്മളെ എവിടേക്കോ എത്തിക്കുന്ന ഒരു കിടിലം പടം. പിന്നെ ഈ പടത്തിന്റെ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും ഈ പടം നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്ന സിനിമയാണ്. അതായത് ഒരു പെയിൻ ഉണ്ടാക്കി തരുന്ന സിനിമയാണ്. ഞാൻ അന്നേ വരെ കണ്ടിട്ടുള്ള ഒരു 90% റൊമാൻറ്റിക് പടങ്ങളുടെയും പ്ലോട്ട് എന്ന് പറയുന്നത് നായകനും നായികയും തമ്മിൽ കണ്ടുമുട്ടുന്നു, അവർ ഇഷ്ടപ്പെടുന്നു, അതിന് ശേഷമുള്ള ഒരു ഡ്രാമ, അവസാനം കല്യാണം കഴിച്ച് സെറ്റിൽ ആകുന്നിടത്ത് പടം തീരും. പക്ഷെ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ഈ പ്രണയത്തിന്റെ തന്നെ, അതായത് റിയൽ ലൈഫിലെ പ്രണയത്തിന്റെ തന്നെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് രണ്ട് ആൾക്കാർ തമ്മിലുള്ള അവരുടെ ഒരു ഹണിമൂൺ എറ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ ട്രസ്റ്റ് ഇഷ്യൂ പോലത്തെ കാര്യങ്ങളൊക്കെ വന്ന് ഒരു ബ്രേക്കപ്പ്, ഓൾമോസ്റ്റ് ഒരു ബ്രേക്കപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന സാധനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു റീജോയിനിങ് ടൈമിലാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്തത്. ഈ പടത്തിലെ നായകനും നായികയും തമ്മിൽ ആദ്യം സ്ക്രീനിൽ കാണുന്ന സമയത്ത് തന്നെ നായകന്റെ മുഖത്ത് ഒരു അടി കൊടുത്തോണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു ഫ്രഷ് ഓപ്പണിങ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് അന്നേ വരെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളും, മാത്തനാണെങ്കിലും അപ്പു ആണെങ്കിലും ഉണ്ടല്ലോ, എവിടെയും അവരുടെ പ്രവർത്തികളൊന്നും ആരും അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. രണ്ടാൾക്കാരും വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ സാധാരണ റൊമാൻറ്റിക് പടങ്ങളിലൊക്കെ നായകനും നായികയും ഭയങ്കര ഒരു, അതായത് അവരുടെ ഹാപ്പിനെസിന്റെയും നമുക്ക് എവിടെയും അവരുടെ സ്ട്രഗിൾ ഒരിക്കലും കാണാൻ വേണ്ടി പറ്റില്ല അന്നേ വരെ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ. പക്ഷെ ഈ പടം എടുത്തു നോക്കുക, ഈ അപർണ രവി എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിൽ അവരുടെ പഠിത്തം ഏതാണ്ട് പൊളിഞ്ഞു പാളീസായി. അതുപോലെ അവരുടെ പ്രൊഫഷൻ, അവർക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം, അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഈ ഓഡീഷൻ പോലുള്ള പരിപാടികളിൽ ഇവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ റിസൾട്ട് ആവുന്നില്ല. പിന്നെ ഈ കല്യാണത്തിനെല്ലാം പോയി ഫംഗ്ഷനെല്ലാം ആങ്കറിങ് ചെയ്യുക, ചില ആഡ് ഫിലിമിലെല്ലാം അഭിനയിക്കുക എന്നൊക്കെ ഉള്ള അതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ലൈഫ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ മാത്തന്റെ ലൈഫ് ആണെങ്കിൽ മാത്തന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരൊറ്റ ലൈൻ കൊണ്ട് അപ്പു പറയുന്നുണ്ട്. അതായത് മാത്തന്റെ അച്ഛന് മറ്റേ ചിട്ടി കമ്പനി ആയിരുന്നു, ചിട്ടി കമ്പനി പൊട്ടി പോകും. പിന്നെ അവരെല്ലാം ഭക്ഷണത്തില് ഈ പോയിസൺ എല്ലാം ചേർത്തിട്ട് ഫാമിലി മൊത്തം, അതായത് മാത്തനൊഴികെയുള്ള ബാക്കി മെമ്പേഴ്സ് എല്ലാം മരണപ്പെട്ടു പോകും. മാത്തനപ്പം ഒറ്റയ്ക്കാണ്. അയാൾക്ക് പിന്നെ തമിഴ്നാട്ടിലുള്ള കോളേജുകളിലേക്ക് കുട്ടികളെ അഡ്മിഷൻ ശരിയാക്കി കൊടുത്ത് അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആളാണ്. ലാസ്റ്റ് മൊമെന്റിൽ അയാൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ കള്ളപ്പണം കടത്തുന്ന ആൾക്കാരുടെ കൂടെ കൂടി അവിടുന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്താണ് ആ പോലീസുകാരൻ ബൈ ആക്സിഡന്റിൽ തട്ടിപ്പോകുന്നതും അയാൾ തിരിച്ച് കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് വരുന്നതും. സോ രണ്ടാൾക്കാരും അവരുടെ പേഴ്സണൽ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റിലാണ് പടം സ്റ്റാർട്ട് ചെയ്തത്. മനുഷ്യന്മാരുടെ ഒക്കെ ലൈഫിൽ, അതായത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ ലൈഫിലും ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ, അതായത് എവിടെ എത്തിയിട്ടില്ല, അതിനുവേണ്ടി വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു മൊമെന്റിലാണ് പടം തുടങ്ങുന്നത്. സോ ഈ 20s, അതായത് 25-നും 30-ക്കെല്ലാം ഇടയിലുള്ള ആൾക്കാരുടെ, ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് കൂടിയാണ് ആ ഒരു സമയം എന്ന് വെച്ചാല്. സോ ഞാൻ അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്കിതൊരു ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, ലൈഫ് എപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ പടം കണ്ടത്. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു പെയിൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എന്ന് മാത്രമല്ല, ഈ രണ്ട് കഥാപാത്രങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളതോ, അല്ലെങ്കിൽ എപ്പോഴും എന്റെ മൈൻഡിലുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്, അപ്പവും അതുപോലെ തന്നെ മാത്തനും. ഇനി സിനിമയുടെ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ അന്നേ വരെ കണ്ടിട്ടുള്ള ഈ സ്ത്രീ പുരുഷ കഥാപാത്രങ്ങളിൽ നിന്ന് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അപ്പവും അതുപോലെ തന്നെ മാത്തനും. അപ്പു പറയുന്നുണ്ട്, ഞാൻ സന്തോഷം വരുമ്പോ എല്ലാം മാത്തനെ ഓർക്കാറുണ്ടെന്ന്. സോ ഈ പടം കണ്ടു കഴിഞ്ഞ ശേഷമില്ല, ഞാൻ എന്റെ ഒരു ചങ്ങായിയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആൺകുട്ടികളെ സംബന്ധിച്ച് നമുക്ക് നല്ല സന്തോഷമുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. സ്ത്രീകളും അതുപോലെ ആയിരിക്കുമോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് അയാൾ എന്നോട് തിരിച്ചു ചോദിച്ചത് എന്തുകൊണ്ട് ആയിക്കൂടാതാണ്. പിന്നെ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ആയിക്കൂടാ. സോ നമ്മുടെ തോട്ടിനെല്ലാം അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കുറച്ച് നല്ല ഫോർവേഡ് ആയിട്ടുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ് കൂടി പറഞ്ഞ സിനിമ കൂടിയായിരുന്നു മായാനദി എന്ന് പറയുന്നത്. എനിക്ക് അന്നും ഇന്നും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു കിടിലമായിട്ടുള്ള സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ മേക്കിംഗ്, നല്ല അഭിനയം, കുറച്ചെങ്കിലും ഓവറായി തോന്നിയൊരു അഭിനയം ഇതിലത്തെ മറ്റേ ലിയോണ അവതരിപ്പിച്ച ഒരു സിനിമ നടി ഉണ്ടല്ലോ സമീറ, ആ ഒരു ഭാഗം വരെ സ്ഥലത്ത് നമുക്ക് എന്നൊക്കെ തോന്നും. പക്ഷെ മേ ബി ഈ സെലിബ്രിറ്റീസിന്റെ ലൈഫ് അങ്ങനെ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള അപ്പുവിനെയും മാത്തിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാലും വേറെ ഒരു 3-4 കഥാപാത്രങ്ങൾ ഞാൻ ഈ സിനിമയിൽ ഓർത്തിരിക്കും. അതിലൊന്ന് ഈ അപ്പുവിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതായത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് അമ്മച്ചി എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടറിനെ ഫസ്റ്റ് കാണിക്കുന്ന സമയത്ത് തന്നെ ഈ
സമീറയുടെ ഫ്ലാറ്റില് ഈ അപ്പു നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് ഫോൺ കോൾ വരുന്നത്. നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഈ ഒരു ഫാമിലി ഫംഗ്ഷനിൽ ഇവർ കൊണ്ടുപോകുന്നതും തീരെ താല്പര്യമില്ലാത്ത ഒരാളിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നതും പിന്നെ അവിടെ ആങ്കർ ചെയ്യാൻ ആളെ കിട്ടൂല. ആ സമയത്ത് ഇവരോട് ആങ്കർ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം. പിന്നെ അവരുടെ ഫാമിലി എന്തോ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു അപ്പർ മിഡിൽ ക്ലാസ് അമ്മച്ചിയാണ് ആ ഒരു കഥാപാത്രം കൊണ്ട് അവര് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ ചെയ്തൊരു കഥാപാത്രമായിരുന്നു. അവരുടെ ഒരു പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു പാരന്റിങ് എന്ന സാധനം നോക്കിക്കഴിഞ്ഞാലൊക്കെ എന്തുകൊണ്ട് ഈ അപ്പു ഇങ്ങനെയായി മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരുവിധം അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അതുപോലത്തെ ഒരുപാട് കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട്. മറ്റൊന്നിലെ പോലീസുകാരായിട്ട് വന്നിട്ടില്ല ഈ ഹരീഷും അതുപോലെ തന്നെ ഇളവരസും. അവര് വളരെ സത്യലായിട്ട് ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആദ്യം കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ പിന്നീട് ഒരിക്കൽ ഞാൻ കാണുന്ന സമയത്തില്ലേ ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ ഓഡിയൻസിന് ഉണ്ടാകുന്ന പല ഡൗട്ടുകളും ക്ലിയർ ആക്കി തരുന്നത്. അതായത് ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഇവരുടെ കൂടെയുള്ള പോലീസുകാർ മരിച്ചു പോകല്ലോ, അതായത് ആക്സിഡന്റില് കൊല്ലപ്പെടുമല്ലോ. അപ്പൊ ആ സമയത്ത് ഈ ഹരീഷിന്റെ കഥാപാത്രം എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഈ കേസ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് ഈ ഇയാളുടെ മേരു ജോസിനോട് പറയും, ഇളവരസിനോട് പറയും. അത് ഇയാളുടെ മനസ്സിലുണ്ടാവും. എന്നിട്ട് ഈ ഹരീഷിന്റെ കല്യാണത്തിന്റെ അന്ന് ഭക്ഷണം കഴിച്ച പാട് തന്നെ ഈ ഇളവരസ് പറയുന്നത് നമുക്ക് നാളെ മംഗലാപുരം വരെ പോകണം, കേസ് അന്വേഷിക്കാനുണ്ട്, നമുക്ക് ഈ കേസ് സീരിയസ് ആയിട്ട് എടുക്കണം. സോ അവിടെ തന്നെ വിസിബിൾ ആണ് അയാൾ കുറച്ചൊരു സാഡിസ്റ്റ് മൈൻഡ് സെറ്റിലുള്ള ഒരാളാണ്. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്താണ് ഈ ഇളവരസിന്റെ പോലീസുകാരൻ എന്തുകൊണ്ട് ഇങ്ങനെ സാഡിസ്റ്റ് ആയി നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അയാൾ പറയുന്നുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലെസൺ, നമ്മുടെ ലെസണിൽ നിന്നാണ് നമ്മുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. സോ ഒരാൾക്കൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലെസണിൽ നിന്നുകൊണ്ടാണ് അയാൾ ഓരോ കാര്യങ്ങളും നോക്കുക. അയാളുടെ വ്യൂ പോയിന്റിന്റെ ബേസ് എന്ന് പറയുന്നത് ഇയാൾക്ക് ഉണ്ടായിട്ടുള്ള ഈ മോശം എക്സ്പീരിയൻസ് ആയിരിക്കും. അയാള് അവസാനം മാത്രോട് പോയിട്ട് പറയുന്നുണ്ട് നിന്നെ പിടിക്കാനായിട്ട് സഹായിച്ചത് നിന്റെ മറ്റേ കാമുകയാണ്, അതായത് നീ എപ്പോ വരും എവിടെ വരും എന്നൊക്കെ കൃത്യമായിട്ട് ഞാനത് വരട്ടാതെ തന്നെ അവര് പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് മാത്രം തിരിച്ചു പറയുന്നത് അവള് ശരിയാണ് സാർ, അതായത് എന്നെ പോലത്തെ ആൾക്കാരെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ തന്നെ വേണം, പക്ഷെ എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ്. അത് ആ ഒരു റിപ്ലൈ ഒരിക്കലും ഇളവരസ് പ്രതീക്ഷിച്ചതുമല്ല. അങ്ങനെ പറയുന്നതും മറ്റേ മൂന്നാമത്തെ പോലീസുകാരനെ അയാൾ വെടിവെക്കും, അങ്ങനെ മാത്തൻ വെള്ളത്തിലേക്ക് വീഴും. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. സോ ഒരു മൂന്നാൾക്കാരുടെ പൊളിറ്റിക്സും വ്യൂ പോയിന്റും നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ കാണിച്ചുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു. പിന്നെ ഓരോ കഥാപാത്രങ്ങളെയും ബിൽഡ് എടുത്തിട്ടുള്ളതില്ല, നല്ല രീതിയിലാണ്. ശ്യാം പുഷ്കരന്റെയും അതുപോലെ തന്നെ ദിലീഷ് സാറിന്റെയും കിടിലായിട്ടുള്ള സ്ക്രിപ്റ്റ്. എനിക്കൊന്നും മാത്തന്റെ സ്റ്റോറി ഒന്നും അവരങ്ങനെ വലിയ രീതിയിൽ പറയുന്നില്ല. അതായത് അയാളുടെ ഒരു കുടുംബ ചരിത്രമോ അയാളുടെ ദുരന്തമോ ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ പോലും ഇല്ലേ മാത്തൻ എന്തുകൊണ്ട് അങ്ങനെയായെന്നുള്ള കാര്യം ആ ഒരു കഥാപാത്രത്തിന്റെ പെരുമാറ്റത്തിൽ കൂടെ തന്നെ വിസിബിൾ ആണ്. അതായത് ഈ മാത്തനെ ഓരോ തവണ അപ്പുവിനെ റിജക്ട് ചെയ്യുന്നത്, അതായത് ഒന്ന് പോയി തരുമോ മാത്താന്ന് ചോദിക്കുമ്പോൾ പോലും മാത്തൻ അവിടെ നിന്ന് പോകുന്നുണ്ട്, പക്ഷെ വീണ്ടും കറങ്ങി തിരിച്ച് മാത്തൻ ഇങ്ങോട്ടേക്ക് വരും. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ആരെങ്കിലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, നമ്മളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം കിട്ടിയില്ലെങ്കിലില്ലേ ഒരാൾക്ക് മുന്നോട്ട് പോകുക പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ആരെങ്കിലൊക്കെ നമുക്ക് വേണം എന്നുള്ള ഒരു ബേസിക് നീഡ് മനുഷ്യന്മാരുടെ ഉള്ളിലൊക്കെ ഉണ്ട്. സോ മാത്തൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്റെ ഫാമിലി മൊത്തം പോയി, പിന്നെ ആകെ ഒരു പ്രതീക്ഷ വെച്ചാൽ ഇയാളുടെ ഒരു റിലേഷൻ മാത്രമാണ്. അപ്പുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഏകദേശം 15 വർഷം മുമ്പ് അവരുടെ അച്ഛൻ മരിച്ചുപോയി, പിന്നെ ഈ അമ്മയാണ് ഇവരെ നോക്കുന്നതൊക്കെ. അമ്മയുടെ കഥാപാത്രം ഓൾമോസ്റ്റ് ഓഡിയൻസിന് വിസിബിൾ ആവുന്നുണ്ട്. സോ ഈ കഥാപാത്രത്തിനും ഒരു വാലിഡേഷൻ, അല്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലൊക്കെ വേണം, അറ്റ്ലീസ്റ്റ് അവർക്ക് നല്ല സന്തോഷം തോന്നുന്ന സമയത്തെങ്കിലും ആരെങ്കിലൊക്കെ വേണം എന്നുള്ളൊരു തോന്നല് ആ കഥാപാത്രത്തിനും ഉണ്ടാകുന്നുണ്ട്. സോ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുത്ത രണ്ട് കഥാപാത്രങ്ങളാണ്. ചുറ്റുമുള്ള കഥാപാത്രങ്ങളും ആ സിറ്റുവേഷൻ അനുസരിച്ച് നന്നായിട്ട് നല്ല എഴുത്തുള്ള ഒരു സിനിമ കൂടിയായിരുന്നു മായാനദി എന്ന് പറയുന്നത്. പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം റക്സ് വിജയന്റെ മ്യൂസിക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിഷ്യനാണ്. സോ അധികം ആൾക്കാരും ഈ പടത്തെ കുറിച്ച് വരുമ്പോഴത്തേക്ക് പറയുന്നത് മറ്റേ മിഴിയിൽ നിന്നും എന്നുള്ള പാട്ടാണ്. പക്ഷെ മിഴിയിൽ നിന്നും അടിപൊളി പാട്ടാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആ പാട്ടിന് ശേഷം ഷഹബാസ് അമൻ വീണ്ടും വല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഈ സിനിമയിലെ ഉയിരിൻ നദി എന്നുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ട് ഒരു സമയത്തില്ല, ഞാൻ രാത്രി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന പാട്ടായിരുന്നു ഉയിരിൻ നദിയെ. ആ പാട്ട് കേൾക്കുമ്പോഴേ സത്യത്തില്, അതായത് വളരെ സിൻസിയറായിട്ട് ഞാൻ പറയാം, ആ പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് പ്രേമിച്ച ആൾക്കാരോ പ്രേമിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരോ ആയിരിക്കില്ല. ലൈഫിൽ ഇതേവരെ, അതായത് കോളേജ് ലൈഫിലൊന്നും പ്രേമിക്കാൻ പോലൊരു അവസരം കിട്ടാത്ത ആൾക്കാർക്ക് ഉണ്ടല്ലോ, ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര നഷ്ടബോധമായിരിക്കും. ഒരു കിടിലം പാട്ട്. അതിലൊരു വരിയുണ്ട്,
വെയിലും മഞ്ഞുമീ ജീവനിൽ ഒരുപോൽ തന്നു നീ യാനമേ വാനമേ പാട്ടിന്റെ ഈണങ്ങൾ തേടവേ നീയൻ വരികളായി ചേരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, ഒരു വരിയാണ് ആ ഒരു ഭാഗം. പിന്നെ മറ്റൊരു പാട്ട് കാറ്റിൽ നിന്നൊരു പാട്ടുണ്ട്. അതായത് ഇത് അപ്പു പരസ്യം ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് കാസർഗോഡ് വരുന്നൊരു ഭാഗമില്ലേ, ബേക്കൽ ഫോർട്ടിൽ വരുന്നൊരു ഭാഗമില്ലേ, ആ ഒരു പാട്ട് ഭയങ്കര രസമാണ്. ഞാൻ കുറെ നാള് കാഞ്ഞങ്ങാട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് കുമ്പളേന്ന് കാഞ്ഞങ്ങാടേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ പോകുമ്പോൾ ഈ പള്ളിക്കര ബേക്കൽ ഭാഗം എത്തുമ്പോഴത്തേക്കില്ലേ കുറെ കാറ്റാടി മരങ്ങൾ, ചൗവക്കിന്റെ മരം ഇങ്ങനെ കാണുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ ബേക്കൽ കോട്ടയിൽ വരുന്ന സമയത്ത് എപ്പോഴും ഈ പാട്ട് ഞാനിങ്ങനെ ഓർക്കും. നമ്മളിടയ്ക്ക് ബേക്കലെല്ലാം പോകുന്ന സമയത്ത് ആ ഒരു പാട്ടിന്റെ സിറ്റുവേഷൻ ഒക്കെ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. നല്ല കിടിലം പാട്ടാണ്. അതിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വരിയുണ്ട്. ഏതൊരു പൂന്തേനും തോൽക്കും നിന്നോക്കിൽ ഈ നേരം ഞാൻ അറിയുന്നു സഖി നീയാണൻ പൂവെന്ന് സഖി നീയാണ് നേരെന്ന്. ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പാട്ട് ഇതിലെ ഒരു സാധനമുണ്ട്. അതായത് ഈ മാത്തൻ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രക്ഷപ്പെടുമല്ലോ, മറ്റേ പോലീസുകാരൻ തട്ടിപ്പോകും. ഇയാൾ കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്, കിളിയെ കിളിയെ. അത് അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഭയങ്കര രസമാണ്. അത് ഒരു ലൂപ്പ് പോലെയാണ് അതിന്റെ ഫസ്റ്റത്തെ ഒരു സ്ട്രിങ് ഭാഗം ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പാട്ട് പ്ലേ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിട്ട് കഴിഞ്ഞാല് കോപ്പിറൈറ്റിലെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള കലാപരിപാടിയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളത് കേട്ടു നോക്കുക, ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിഴിയിൽ നിന്നും മിഴിയിലേക്ക്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നുണ്ട് ഒരു പാട്ടായിരുന്നു ഷഹാബാസമന്റെ മിഴിയിൽ നിന്നും. അതിലെ ആ പച്ചലൈറ്റിന്റെ സംഭവം ഇല്ലേ, എന്നിട്ട് ഞാൻ ഗന്ധർവൻ സിനിമയിലെ പച്ചലൈറ്റ് പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുള്ളവർക്ക് അത് ഓർമ്മയുണ്ടാകും. സോ മ്യൂസിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു കിടിലം പടം. പിന്നെ ഈ പടത്തിന്റെ വിഷ്വൽസ് ജയേഷ് മോഹനാണ് പടത്തിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. അധികവും നൈറ്റ് ആണ് ഈ പടം ചെയ്തിട്ടുള്ളത്. അതായത് കാണുമ്പോൾ തന്നെ നമുക്ക് ഡേ വളരെ കുറവാണ്, നൈറ്റ് ആണ് കൂടുതലുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ പറയില്ലേ, ആ കഥയുടെ മൊത്തം മൂഡും അതിന്റെ മ്യൂസിക്കിലും അതിന്റെ വിഷ്വലിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഓരോ തവണ കാണുമ്പോഴത്തേക്കും നമ്മുടെ പെർസ്പെക്റ്റീവിനെ, നമ്മുടെ ചിന്താഗതിയൊക്കെ മാറ്റുന്ന, നമുക്ക് ചിന്തിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പടം. ഞാൻ അന്നേ വരെ കണ്ടിട്ടുള്ള റൊമാൻറ്റിക് പടങ്ങളിൽ നിന്ന് ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ആഷിഖ് കപൂറിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് കൂടിയായിരുന്നു മായാനദി. എന്റെ ലൈഫിലെ ഒരു നല്ല മൊമെന്റിൽ ഞാൻ പോയി കണ്ട പടം. ഈ സിനിമ കണ്ടതിലില്ലേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ആ സിനിമ കണ്ടതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. സോ ഒരു കിടിലം പടം, പല ആൾക്കാരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പടം കൂടിയാണ് മായാനദി. സോ see you in the next video of പഴയ പടം. ബൈ.